സമീപഭാവിയിൽ വലിയ തോതിൽ വിദേശ നാണ്യം കേരളത്തിൽ നേടിത്തരാൻ സാധ്യതയുള്ള ഫലമാണ് ഡൂറിയാൻ. സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ ജന്മം കൊണ്ട് ഇന്ന് വൈകിയാണെങ്കിലും നമ്മുടെ കൊച്ചു കേരളത്തിൽ ലോകത്തിലെ ഏറ്റവും മികച്ച ഇനം ഡൂറിയാൻ ഫലങ്ങൾ എത്തിക്കഴിഞ്ഞു. ഇതൊരു ഡൂറിയാൻ ഫലം, ഇതൊരു ചെറിയ പഴമാണ്. ഇതൊരു 1 കിലോ തൂക്കം വരുന്നൊരു പഴം. ഇദ്ദേഹം എൻ്റെ കസിൻ തോമസ് പോൾ, എൻ്റെ സുഹൃത്തും, ഞങ്ങളൊന്നിച്ച് സ്കൂളിലുണ്ടായിരുന്നു. കാഞ്ഞിരപ്പള്ളിയിലെ ഏറ്റവും പുരാതനമായ കരിപ്പാപ്പറമ്പിൽ കുടുംബത്തിലെ അംഗമാണ്. ഇന്ന് അദ്ദേഹം അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ PRO ആയിട്ട് സേവനമനുഷ്ഠിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ പിതാമഹൻ അഡ്വക്കേറ്റ് ഡൊമിനിക് തോമസ് കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഇത്രമാത്രം ഒരു ഭാവനാ ശക്തി ഉണ്ടായിരുന്ന ഒരു വലിയൊരു വിഷണറിയാണ് അദ്ദേഹം. യഥാർത്ഥത്തിൽ ഹോം ഗ്രൗണ്ടിൻ്റെ ഈ ബിസിനസ് കോൺസെപ്റ്റ് പോലും ഞാൻ അദ്ദേഹത്തെ നിരീക്ഷിച്ച് അദ്ദേഹത്തെപ്പറ്റി കേട്ടും ശ്രദ്ധിച്ചും അദ്ദേഹം ഏകദേശം 75 വർഷം മുമ്പ് ഈ കാഞ്ഞിരപ്പള്ളിയിൽ 25 ഏക്കർ പഴത്തോട്ടം ഉണ്ടാക്കിയ വ്യക്തിയാണ്. ഇന്ന് അദ്ദേഹത്തിൻ്റെ കൊച്ചുമകനുമായിട്ട് ഇവിടെ ഒന്നിച്ച് ഈ ഡൂറിയൻ പഴം അദ്ദേഹത്തിൻ്റെ തോട്ടത്തിലുണ്ട്. 75 വർഷം പഴക്കമുള്ള തോട്ടത്തിൽ ഇന്നും ഒരു ഡൂറിയൻ ഫലമുണ്ട്, ട്രീ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൊച്ചുമകനോടൊപ്പം ഇന്ന് എൻ്റെ കസിൻ, എൻ്റെ പ്രിയപ്പെട്ട തോമസ് പോളിനോട് ഒന്നിച്ച് ഈ ഫ്രൂട്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട്. ഇതൊരു സോഷ്യൽ ഫ്രൂട്ടാണ്. അതായത് ഒന്നിച്ചിരുന്ന് കഴിക്കുക എന്നുള്ളതാണ് ഇതിനകത്തെ ഏറ്റവും വലിയ ആനന്ദം. ഡൂറിയൻ ഫ്രൂട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഒന്നിച്ച് കൂട്ടം കൂടിയിരുന്ന് സമയമെടുത്ത് ആസ്വദിച്ച് കഴിക്കേണ്ട ഒരു പഴമാണ് ഡൂറിയൻ. അപ്പോൾ ആ നിലയിൽ നമുക്കിന്ന് തോമസ് പോള് നമ്മുടെ കൂടെ ഉള്ളതിനെ ഓർത്ത് ഞാൻ സന്തോഷിക്കുന്നു. നമുക്കിതിലേക്ക് ഇത് ഓപ്പൺ ചെയ്യാം അല്ലേ തോമസ്? തീർച്ചയായിട്ടും. തോമസ് പോൾ, ഇത് കഴിഞ്ഞ തവണ നമ്മളെപ്പോഴാണ് ഒന്നിച്ചത്? ഏകദേശം 1 വർഷത്തോളമായി. ദിവസം എന്നെ വീട്ടിലേക്ക് വിളിക്കുമായിരുന്നു. ഓക്കെ, ഞങ്ങൾ ഒന്നിച്ച് കഴിഞ്ഞ വർഷം ഇതുപോലെ വീട്ടിൽ ഡൂറിയാൻ തുറന്ന കാര്യം ഞങ്ങൾ ഓർക്കുക. ഈ ഡൂറിയാൻ ഭയങ്കര തോണിയാണ്, നിങ്ങൾക്കറിയാമല്ലോ. വളരെ ഷാർപ്പായിട്ടുള്ള മുള്ളാണിത്. സൂക്ഷിച്ച് കൈകാര്യം ചെയ്തൊരു ഒരു ഫ്രൂട്ടാണ്. മറ്റൊരു പ്രത്യേകത, ഇത് മരത്തിൽ നിന്ന് താനേ നിപതിക്കും, ആരും പറിക്കാൻ കയറണ്ട. ഇത് തന്നെ വീഴുമ്പോൾ പഴുത്ത് പാകമാകുമ്പോൾ താഴെ വീണോളും. അത് തോമസ് പോളിന് അറിയാം. അപ്പം എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് നമുക്കിത് തുറക്കാം അല്ലേ? ഈ ഡൂറിയാന് തോമസ് പോളിന് അറിയാമല്ലോ ഇത് എങ്ങനെയാണ് വിളഞ്ഞോന്ന് അല്ലെങ്കിൽ പഴുത്ത് പാകമായെന്ന് അറിയുന്നത് 2-3 ടെസ്റ്റാണ്. ഒന്ന്, നമ്മൾ ചെവിയോടടുപ്പിച്ച് കുലുക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് നോക്കിക്കേ, ആ ഒരകത്ത് കുലുക്കുന്നതായിട്ട് കാണാം. അത്. രണ്ടാമതൊരു ടെസ്റ്റ്, നമ്മൾ ചക്കയൊക്കെ പഴുക്കുമ്പോൾ നമ്മൾ കൊട്ടി നോക്കുമ്പോൾ ആ ഒരു സൗണ്ട് ഡിഫറൻസ് നമുക്ക് പഴുത്ത ശബ്ദം. മൂന്നാമത് നമ്മൾ ഇത് ഈ ഞെടുപ്പിൻ്റെ അവിടെ ആ പഴുത്ത മണം അല്ലേ, വളരെ സറ്റിലാണ്, പക്ഷേ നമുക്കത് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ പഴം ഇപ്പം നമുക്ക് തുറക്കാൻ പാകമാണ്. അപ്പോൾ നമുക്ക് ഇത് തുറക്കുന്ന വിധം തുറക്കാൻ നമുക്ക് ഒരു മൂർച്ചയുള്ളൊരു ഇങ്ങനെ ഒരു കമ്പോ അല്ലെങ്കിൽ ഒരു കത്തിയുടെ മുനയോ ഒക്കെ ആവശ്യമാണ്. കാരണം ഇത് കൈവച്ച് നമുക്കല്ലാതെ തുറക്കാൻ കഴിയുകയില്ല. ഞാൻ തുറക്കട്ടെ? നമുക്ക് അടുത്ത പഴം തോമസ് കൂട്ടി തന്നെ തുറന്ന് പഠിക്കുന്നതാണ്. നമുക്ക് പല ഇതളുകളായിട്ട് തുറന്നു വരും. അതെ, പല കമ്പാർട്ട്മെൻറ്റ്സ് ആയിട്ടാണ് ഈ പഴം ഉള്ളത്. യെസ്, ഓക്കെ. പ്രത്യേക നോക്കിയ റിങ്കിൾസ് ഉണ്ടല്ലേ? ഉണ്ട്. ഈ റിങ്കിൾസ് കാണിക്കുന്നത് ഈ പഴത്തിൻ്റെ വൃക്ഷം കുറഞ്ഞത് ഒരു 30 വർഷത്തിന് മേൽ പ്രായമുണ്ടെന്നുള്ള. കാരണം വെച്ചാൽ 30 വർഷത്തിന് മേൽ പ്രായമുള്ള പഴത്തിന് ഈ റിങ്കിൾസ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതുപോലെ ഈ ഒരു സ്കിന്നൊക്കെ കൂടുതൽ ഡ്രൈ ആയിരിക്കും കമ്പാരിറ്റീവ്ലി. യങ്ങർ പ്ലാന്റ്സ് ആകുമ്പോൾ അതിൻ്റെ ഈ റിങ്കിൾസ് കാണില്ല, ഇത് കൂടുതൽ മോയിസ്റ്റ് ആയിരിക്കും. ഈ ഒരു മരത്തിൻ്റെ പ്രായം നമുക്കൊരു പഴത്തിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റും. സാധാരണ ഇത് എത്ര കൊല്ലത്തേക്കാണ് ഇതിൻ്റെ ഒരു ലൈഫ് പറയുന്നത്? 100 വർഷത്തിന് മേലാണ് ഇതിൻ്റെ എല്ലാം പ്രായം പറയുന്നത്. അപ്പം മറ്റൊരു പ്രത്യേകത, പ്രായം കൂടുന്തോറും പഴത്തിൻ്റെ വിലയും ഡിമാൻഡും കൂടുക. ശരി. അതായത് ഒരു 40 വർഷം 50 വർഷം പ്രായമായ ഒരു ഫലത്തിന് സാധാരണ ഒരു യങ് പ്ലാന്റ് അല്ലെങ്കിൽ 6ാമത്തെ വർഷം കായ്ക്കുന്ന ഒരു പഴത്തേക്കാളും 3 തൊട്ട് 4 ഇരട്ടി വരെ വിലയുണ്ട്. അതിന് ഗുണങ്ങൾ കൂടുന്നുണ്ട്. അതിൻ്റെ ആ ഒരു പ്രായം കൂടുന്തോറും ഒരു ബിറ്റർ ടേസ്റ്റ് കയറി വരും.
നമുക്ക് US അല്ലെങ്കിൽ അമേരിക്കൻസ് പോലും ചോക്ലേറ്റ് തിന്നുന്ന ബിറ്റർ ചോക്ലേറ്റാണ്. അതെ. അപ്പം അതാണ് ചോക്ലേറ്റ് ഈറ്റേഴ്സിൻ്റെ ഒരു ടേസ്റ്റ്. അതാണ് അക്യുവേറ്റ് ടേസ്റ്റ് എന്ന് പറയുന്നത്. അത് നമുക്ക് ശീലിച്ചെടുക്കേണ്ട ഒരു ടേസ്റ്റാണ്. ഇതും ഒരു അക്യുവേറ്റ് ടേസ്റ്റാണ്. ഓക്കെ, നമുക്ക് കഴിച്ചു തുടങ്ങിയാലോ? കഴിക്കാം. നമുക്ക് പല അറകളിലായിട്ടാണ് ഈ പഴം സൂക്ഷിച്ചിരിക്കുന്നത്. നമുക്കൊരു അറ തുറക്കാം. ഒരറയിൽ തന്നെ 5-6 ഫ്ലേക്സ് ഉണ്ടാവും. എല്ലാത്തിലും ഒരുപോലല്ല. ചിലപ്പോൾ 3 അവിടെ അങ്ങനെ. അതെ, അത് അങ്ങനെ സ്റ്റാൻഡർഡൈസ്ഡും അല്ല. ചിലപ്പോൾ അത് ഒന്നായിരിക്കും ഉള്ളത്. സാധാരണ ഒരു പഴത്തിനകത്ത് ഒരു 6-7 ഫ്ലേക്സ് കാണും. ഇതിന് അല്പം കൂടുതലുണ്ട്. ഞാൻ ഓർക്കുന്നു, കഴിഞ്ഞ വർഷം ജോസ് എന്നെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞില്ലേ, നിങ്ങൾ ഫാമിലിയായിട്ട് വൈകിട്ട് വീട്ടിലോട്ടൊന്ന് വരണം, ഒരു ഫ്രൂട്ട് കഴിക്കാനാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു മാംഗോസിനാണോ എന്ന്. വീട്ടിൽ വാ, അന്നേരം കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ഭാര്യയും മക്കളും കൂടെ ജോസിൻ്റെ വീട്ടിൽ ചെന്ന് ഡ്രോയിങ് റൂമിൽ ചെന്നപ്പോൾ തന്നെ എനിക്ക് ആ മണം കിട്ടി. അപ്പോൾ ഞാൻ ജോസിനോട് ചോദിക്കുകയാണ്, ഡൂറിയാൻ കഴിക്കാൻ വേണ്ടിയാണോ നമ്മളിവിടെ വന്നതെന്നുള്ളത്. കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രൂട്ടാണ്. അതെ, ഇതൊരു അക്വേറ്റ് ടേസ്റ്റാണ്. നമ്മൾ നമുക്ക് ആദ്യം ഒരു വിരസത തോന്നും, എങ്ങനെ ഇരിക്കും എന്നുള്ളത്. പക്ഷേ കഴിച്ചു കഴിയുമ്പം ശരിക്കും ഇഷ്ടപ്പെടും, തീർച്ചയാണ്. കാരണം അതുകൊണ്ടാണ് ഇതിനെ കിങ് ഓഫ് ട്രോപ്പിക്കൽ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. അതെ, എപ്പോഴും ഞെടുപ്പിനോട് ചേർന്നുള്ള ചുളയ്ക്കാണ് ഏറ്റവും കൂടുതൽ സ്വാദം. ഞാനതെടുക്കാം. ജോസ് അത് എപ്പോഴും കഴിക്കുന്നതല്ലേ. അത് കൊള്ളാം. ഞാനും കൂടെ കാണും. ഇത് സോഷ്യൽ ഫുഡെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഒന്നിച്ച് കഴിച്ചാൽ ആസ്വാദ്യത കൂടുമെന്നാണ് പറയുന്നത്. ഹൗ ഇസ് ഇറ്റ്? വെരി ഗുഡ്. നമ്മൾ ചോക്ലേറ്റ് കഴിക്കുന്ന പോലെ അത് വളരെ സ്ലോ ആയിട്ട് ഒരു ഫ്രൂട്ട് സാധാരണ ഈ ഫ്രൂട്ട് ലവേഴ്സ് കഴിക്കുന്നത്, ഒരു ഫ്രൂട്ട് കഴിക്കാൻ ഏകദേശം 1/2 മണിക്കൂർ 3/4 മണിക്കൂർ എടുക്കും. അവർ ദേ ടേക്ക് എ ലോട്ട് ഓഫ് ടൈം. അത് വായിൽ തന്നെ അടുത്ത് പോകുന്ന ഒരുപോലെ ചോക്ലേറ്റ് കഴിക്കുന്ന പോലെ തന്നെ അത് വായിൽ മെൽറ്റ് ചെയ്യണം. എത്രമാത്രം സ്ലോ ആയിട്ട് കഴിക്കുന്നു അത്രമാത്രം നമുക്കതിൻ്റെ ഓരോ ഫ്ലേവറും, ഇതൊരു കോംപ്ലക്സ് ഫ്ലേവറാണ്, ഒരു സിംഗിൾ ഫ്ലേവർ അല്ല. അപ്പോൾ അത് എൻജോയ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ സ്ലോ ആയിട്ട് നമ്മൾ കഴിക്കുക. അപ്പോൾ നമ്മൾ സ്വസ്ഥമായിട്ട് ഇരുന്ന് വേണം ഇത് കഴിക്കാൻ. എക്സാക്ട്ലി. അതാണ് അതിൻ്റെ ഈറ്റിംഗ് എക്സ്പീരിയൻസ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു കംപ്ലീറ്റ് മീലാണ്. നമുക്കൊരു ഒരു മീൽ സ്കിപ്പ് ചെയ്ത് വേണം ഒരു ഫ്രൂട്ട് കഴിക്കാൻ. പക്ഷേ ബാക്കിയെല്ലാം ഒരു ഡിസേർട്ട് അല്ലേ. നമുക്കൊരു റംബൂട്ടാനായിക്കോട്ടെ, മാംഗോസിനായിക്കോട്ടെ, അതെല്ലാം ഡിസേർട്ട് ഫ്രൂട്ടാണ്, ടേബിൾ ഫ്രൂട്ട്. അതേസമയം ഇതൊരു ഫുൾ മീലാണ്. നമുക്ക് അതുകൊണ്ട് ഡിന്നറിൽ നിന്ന് കഴിക്കണ്ട. ഞാൻ വിളിച്ച് പറഞ്ഞേക്കാൻ വേണ്ടി. ഇതിൽ നിന്ന്, ഈ പഴത്തിൽ നമ്മൾ കഴിക്കുക എന്നല്ലാതെ ഇതുകൊണ്ട് വേറെ എന്തെങ്കിലും, ഇപ്പോൾ ഒരു ഫ്രൂട്ട് സലാഡിൽ ഇടുക, അല്ലെങ്കിൽ നമുക്കൊരു എന്തെങ്കിലും ഒരു ഡെസേർട്ടായിട്ടോ? തീർച്ചയായിട്ടും ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട്. ഡൂറിയാൻ ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട്. ഡൂറിയാൻ ക്യാൻഡീസ് ഉണ്ട്. മോസ്റ്റ്ലി ഡൂറിയാൻ ചിപ്സാണ് ലോകത്തിൽ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ചിപ്സ്. ഓക്കെ, വളരെ ടേസ്റ്റിയാണ്. അതായത് അത് കഴിച്ചാൽ ഇതേ അഡിക്ഷനാണ്. നമുക്ക് വി കനോട്ട് സ്റ്റോപ്പ് ഈറ്റിംഗ് ദാറ്റ്. അപ്പോൾ അത് പച്ചയാണ്. അത് തായ്ലൻഡ് വെറൈറ്റി മോങ്തോങ് എന്ന് പറയുന്ന വെറൈറ്റി മാത്രമാണ് അത് ഈ ചിപ്സിനുമായിട്ട് ഉപയോഗിക്കുന്നത്. നമുക്കിവിടെ ഉണ്ട്. അതിൻ്റെ പ്ലാന്റ് നമ്മളിവിടെ വിൽക്കുന്നുണ്ട്. 1 കിലോയ്ക്ക് 2000 രൂപയാണ് 1 കിലോയ്ക്ക് വില, ചിപ്സിൻ്റെ വില. പക്ഷെ അത് കിട്ടാൻ അവൈലബിൾ അല്ല, കുറവാണ്, ലഭ്യത കുറവാണ്. ഇറ്റ്സ് എ വെരി ടേസ്റ്റി ചിപ്സ്. ഇപ്പോൾ തന്നെ ഒരു സാധനം നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ഡൂറിയാൻ ഷേക്കാണ്. വളരെ സോട്ട് ആഫ്റ്റർ ആയിട്ടുള്ള സാധനം, വളരെ ടേസ്റ്റിയാണ്. നോക്കാം നമുക്ക്. അത് അതിനകത്ത് മിൽക്ക് ഷേക്കാണ്, ഡൂറിയൻ മിൽക്ക് ഷേക്ക്. എങ്ങനെയുണ്ട്? കൊള്ളാം. ഓക്കെ, വളരെ എളുപ്പമാണ് തുറക്കുവാൻ. നമ്മളൊന്ന് പരിചയിച്ച് കഴിഞ്ഞാൽ. ഓക്കെ, 2-3 പ്രത്യേകതകളാണ് ഈ പഴത്തിനുള്ളത്. ഇത്രയും അഡിക്ഷൻ ഉണ്ടാക്കുന്ന ഹാബിറ്റ്, ഇത്രയും അഡിക്ഷൻ ഉണ്ടാക്കുന്ന മറ്റൊരു ഫ്രൂട്ടില്ല. കഴിക്കുന്തോറും നമുക്ക് കൂടുതൽ കഴിക്കാനായിട്ടുള്ള താല്പര്യം, 1. 2, ഈ പഴത്തിന് വേണ്ടിയാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്യുന്ന മനുഷ്യൻ. അതായത് ഫ്രൂട്ട് എന്തൂസിയാസ്റ്റിൻ്റെ കാര്യം പറഞ്ഞില്ല, സാധാരണയുള്ള ടൂറിസവുമായി ബന്ധപ്പെടുകയല്ല. ഫ്രൂട്ടിനെ അന്വേഷിച്ച് മനുഷ്യൻ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്നത് ഈ പഴത്തിന് വേണ്ടിയാണ്, ഡൂറിയാന് വേണ്ടിയാണ്.
അപ്പോൾ ഇതൊരു എവിടെയെങ്കിലും ഡൂറിയാൻ സീസൺ ആയിക്കഴിഞ്ഞാൽ, അതായത് നോർത്തേൺ ഹെമിസ്ഫിയറും സദേൺ ഹെമിസ്ഫിയറിലും രണ്ട് സമയത്ത് ഈ കായ ഉണ്ടാവും. അപ്പോൾ ഈ റൗണ്ട് ദ ഇയർ ഇതിനു വേണ്ടി ഡൂറിയാന് വേണ്ടി ട്രാവൽ ചെയ്യുന്ന അനേകം ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ യൂറോപ്പും US-ഉം. അപ്പോൾ ഇതിന് പണ്ട് അവർക്ക് വലിയ അലർജിയായിരുന്നു. ഇപ്പം വന്നത് അവർക്കും വളരെ താല്പര്യമായി ഫുഡ്. ജപ്പാൻ ഇതിൻ്റെ ഒരു വലിയ മാർക്കറ്റ്. ചൈനയാണ് ഏറ്റവും വലിയ മാർക്കറ്റ്. ചൈന, സിംഗപ്പൂർ, ഹോങ്കോങ്. എനിക്ക് തോന്നുന്നത് വേൾഡിലെ ഡൂറിയൻ പ്രൊഡക്ഷൻ്റെ മോർ ദൻ 60% ഈ 3 രാജ്യങ്ങളെ കൺസ്യൂം ചെയ്യുന്നു. പിന്നെ അതുകൂടാതെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾ അവർ തന്നെ അവരുടെ മാർക്കറ്റാണല്ലോ. അവർക്ക് ഇതില്ലാതെ ജീവിക്കാൻ പറ്റാത്ത ആൾക്കാരാണ്. അപ്പോൾ നമുക്കിവിടെ സമയമെടുക്കും ഈ അക്വ ടേസ്റ്റ് ആയതുകൊണ്ട്. പക്ഷേ ഇവിടെ ഞാൻ കണ്ട ഒരു അനുഭവം തോന്നിട്ടപ്പോൾ ആരൊക്കെ ഇത് കഴിച്ചിട്ടുണ്ടോ അവരൊക്കെ ഇനി എപ്പോഴാകുന്നേ ഞങ്ങളെ വിളിച്ചാൽ ഞങ്ങൾ ഓടി വരാം, ലൈക്ക് യു സെഡ്. അപ്പം അതാണ് ഈ ഡൂറിയാൻ്റെ പ്രത്യേകത. അതുകൊണ്ട് നാളത്തെ ഒരു കൃഷിയായിട്ട് ഇതിനെ കണ്ട് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം, ഡൂറിയാൻ്റെ ഏറ്റവും നല്ല ക്വാളിറ്റി ഉണ്ടാവുന്നത് റബ്ബർ ഏറ്റവും നന്നായിട്ട് ഉണ്ടാവുന്ന സ്ഥലമാണ്. അതായത് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേറ്റർ അതാണ്. അതായത് റബ്ബർ എവിടെയൊക്കെ നന്നായിട്ടുണ്ടാകുമോ, റബ്ബറിൻ്റെ പ്രൊഡക്ടിവിറ്റി ഏറ്റവും നല്ലത് എവിടെയാണോ അവിടെയാണ് ഏറ്റവും മികച്ച ഡൂറിയാൻ ഉണ്ടാവുക. അതുകൊണ്ട് നമ്മുടെ ഈ പ്രദേശങ്ങൾ, പ്രത്യേകിച്ച് ഫുട്ടിൽസ്, നമുക്കിപ്പോൾ ഫുട്ടിലാണ്, ഫുട്ടിൽസാണ് ഏറ്റവും നന്നായിട്ട് നല്ല ക്വാളിറ്റി ഡൂറിയാൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ഫോർ എക്സാമ്പിൾ പെനാങ്, പഹാങ്, മലേഷ്യയിലെ സ്ഥലങ്ങൾ, ഇതെല്ലാം അതുകൊണ്ട് നമുക്ക് ഈ ജിയോഗ്രഫിയിൽ നമുക്ക് കേരളത്തിലെ ഈ സെൻട്രൽ ട്രാവൻകൂറൊക്കെ ഡൂറിയാൻ ഏറ്റവും നല്ല മികച്ച സ്ഥലങ്ങളായിട്ട് വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ഒരു ബോധ്യത്തിലാണ് ഞങ്ങളും വളരെയധികം ഏരിയ ഇപ്പം ഡൂറിയാനായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്.